അഹ്ലെ ഹദീസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ അസ്ഗറുദ്ദീൻ ഇമാം മഹ്ദി അസ്സലഫി അദ്ദേഹം മംഗലാപുരത്ത് ഹുസൈൻ സലഫിയുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ പരസ്യമായി അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, ജംഇയ്യത്തുൽ ഉലമ ഇഅ്തിബാദ് വിഷയത്തിൽ ഇങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം 100% തെറ്റാണ്, 100% ഗലത്ത് എന്നാണ് അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചത്. അപ്പൊ അവിടെ നാം അത് ഉന്നയിച്ചപ്പോൾ അദ്ദേഹം അതിന് കണ്ടെത്തിയ മറുപടി ഒരുപാട് അർത്ഥത്തിൽ അത് രസകരമാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ മൊബൈലിൽ അദ്ദേഹം ഒരു മെസ്സേജ് കാണിച്ചു പറയുകയാണത്, എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, അതിലിങ്ങനെ ഉണ്ട് എന്ന്. അത് തന്നെ ഏറ്റവും വലിയ ഒരു വിഡ്ഢിത്താണല്ലോ. എന്റെ മെസ്സേജ്, ഞാൻ മെസ്സേജ് കാണിക്കുക, ഇതെനിക്ക് ഇന്നാൾ അയച്ചതാണ് എന്ന് പറയാ, അത് എന്ത് ന്യായമാണുള്ളത്? പിന്നെ അദ്ദേഹം വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നിട്ട് ഉള്ള ഒരു പ്രതികരണമാണ് പിന്നെ കൊടുക്കുന്നത്. അദ്ദേഹം വായിച്ച് കേട്ട ആ ഒരു അറിവ് മാത്രം നമ്മളത്തെ ആ വിഷയത്തിലുള്ളത്, നമ്മളത്തെ സാധനം ഇല്ല, ഒന്നുമില്ല. അപ്പൊ അതില് പിന്നെ നിങ്ങൾ ജംഇയ്യത്തുൽ ഉലമയുടെ പഴയ തീരുമാനത്തിലേക്ക് മടങ്ങണം എന്ന് മെസ്സേജ് ഉണ്ട് എന്നാണ് അദ്ദേഹം വായിച്ചത്. അങ്ങനെ മെസ്സേജ് ഏതായാലും ഇതില്ല. പക്ഷെ അത് വായിച്ച് നമ്മളോട് പറഞ്ഞപ്പോ പിന്നെ നമ്മൾ പറഞ്ഞു, പിന്നെ നിങ്ങൾ വായിച്ചതിൽ തന്നെ ജംഇയ്യത്തിലേക്ക് മടങ്ങണം എന്നല്ലല്ലോ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടത് പിന്നെ നിങ്ങളതിലേക്ക് മടങ്ങണം എന്ന് പറയാൻ നിങ്ങൾ യർജിഅ ഇലൈഹ എന്ന് പറയണ്ടേ, പക്ഷെ ഇലൈഹിം എന്നാണ് നമ്മൾ വായിച്ചത് പറഞ്ഞു. അത് ശരിക്കും നമ്മൾ കേട്ടെടുത്തുള്ള അബദ്ധമായിരുന്നു എന്ന് CD പിന്നെ കേട്ടപ്പോൾ മനസ്സിലായി. ആ യർജിഅൽ ജമീഉ ഇലൈഹ എന്ന് തന്നെയാണ് അദ്ദേഹം വായിച്ചത്. പക്ഷെ അടുത്ത വാചകം യഖുദ ബിഖൗലിഹിം എന്നാണ്. അപ്പൊ ഏതായാലും ആ തീരുമാനം അംഗീകരിക്കണം എന്നല്ല അതിനുള്ളത്, ഇലൈഹ എന്നാണുള്ളത്. പക്ഷെ ബിഖൗലിഹിം എന്നിടത്താണ് ഹുമ്മുള്ളത്. അത് ഞാൻ അദ്ദേഹം വായിച്ച് കേട്ട പെട്ടെന്ന് ആ സമയത്ത് പ്രതികരിച്ചപ്പോ അതൊരു ധാരണപ്പശക് വന്നു. പക്ഷെ അദ്ദേഹം പിന്നോട്ട് പ്രതികരിച്ചതും ഇല്ല. ഏതാണെങ്കിലും ഒരു 2 തവണ സംസാരിച്ചപ്പോഴേക്ക് കാര്യം വ്യക്തമാകുന്നുണ്ട്. ഇനി എന്നെക്കൊണ്ട് മുസ്ലിയാരെ വിഷമിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, വേറെ ഒന്നും തൽക്കാലം പറയാനല്ല. കാരണം എന്താ അറിയോ, നിങ്ങൾ ഈ ഹരജിപ്പുറത്ത് മറുപടി കിട്ടുന്നത് വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ഞാൻ പറഞ്ഞതെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് മനസ്സിലാക്കാൻ കഴിയണ്ടേ. ഇപ്പൊ ഇങ്ങനെ ഇനിയിപ്പോൾ അറുസലഹു പണ്ട് കത്തബഹു എന്ന് പറഞ്ഞ പോലെ അതൊക്കെ നിങ്ങളെ വേളക്ക് പിടിക്കണ ജാതി പണികളാണ്. അത് ഞങ്ങളേറ്റ് കളിക്കുമ്പോൾ നല്ലോണം ആലോചിച്ചിട്ട് കളിച്ചാൽ മതി. ഇപ്പം തന്നെ പറഞ്ഞത് എന്താ, ഞാൻ ഇവിടുന്ന് വായിച്ചത് റെക്കോർഡ് ചെയ്തത് ഉണ്ടാവും, എന്നാൽ എഴുതിയെടുക്കുമ്പോൾ തെറ്റാതെ ഒന്ന് എഴുതിയെടുത്തൂടെ. പക്ഷെ തെറ്റാതെ എഴുതാൻ കഴിയൂല. തെറ്റിയിട്ടേ എഴുതിയിട്ടും പറഞ്ഞിട്ടും പരിചയമുള്ളൂ. അത് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ആദ്യത്തെ സംസാരത്തിന്റെ തുടക്കത്തിൽ കേട്ടപ്പോൾ. മാറൂല മൗലിയാരെ, മാറൂല എന്നേ എനിക്ക് പറയാനുള്ളൂ. അസം മുസ്ലിയാരെ അടുത്തുനിന്നുള്ള ആ പഴയ സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വഭാവം അതാണ്. ആ രോമം കരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് രോമം കരിഞ്ഞിട്ടില്ല. മഹ്ദി അയച്ചതെന്താ അറിയോ? ആരയച്ചു? അള്ളാഹു ആയാലും നിങ്ങൾക്കെന്ത് മഹ്ദിയാ? മഹ്ദിനേറ്റ് ബന്ധമുള്ള ആളുകൾക്ക് മഹ്ദി ആരാന്നറിയാ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫനസീഹത്തി അൻ യർജിഅൽ ജമീഉ ഇലൈഹിം എന്നല്ല. അവിടെ ഈ കോട്ടി മാത്തല് മൗലിയർക്കുണ്ടോ? പിന്നെ മഹ്ദിന്റെ വാചകത്തിൽ ഇലൈഹാ, ഇലൈഹിം, ഇലൈഹിം എന്ന് പറഞ്ഞ ഫൈസൽ മൗലിയർ, സക്കരിയ മൗലിയർ, ഈ ജാതി മൗലിയന്മാരാണ്. അല്ല, ഇവിടെ ജമിയത്തുൽ ഉലമ എന്നൊരു സംഘടന ഉണ്ട്. ആ സംഘടന പറഞ്ഞ ആരാ? പണ്ട് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന്. പണ്ട് ഞങ്ങളൊക്കെ ഉള്ള ആളുകൾ തന്നെ. ഒരു സക്കരിയ സ്വലാഹി മാത്രമേ അതിൽ നിന്ന് അതിന്റെ എക്സിക്യൂട്ടീവിന് പുറത്തു